മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവരുടെ ബെസ്റ്റ് പെർഫോമൻസസ് സാറിൻ്റെ സിനിമകളിലൂടെ പുറത്തു വന്നിട്ട് സാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ലോഞ്ചിവിറ്റിയുടെ കാരണം എന്താണെന്ന് പറയുന്നത്? അവരുടെ ഡെഡിക്കേഷനാണ്. അവർക്ക് വേറെ ഒന്നുമില്ലല്ലോ, അത് ഫുൾ ടൈം സിനിമ തന്നെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും മമ്മൂട്ടിയെ സംബന്ധിച്ചോളം മോഹൻലാൽ അങ്ങനെ ഒരു ഒരു മോഹൻലാലിനത് ഇറ്റ് കംസ് നാച്ചുറലി എന്ന് പറയുന്നവരാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്ന ആളൊന്നുമല്ല മോഹൻലാലിനത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മമ്മൂട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, മമ്മൂട്ടിക്ക് എന്നും പുതിയത് അടുത്തത് എന്തെന്ന് ചിന്തിക്കുക. മമ്മൂട്ടിയെ പറ്റി നമ്മൾ തന്നെ പറയാറുണ്ട്, മമ്മൂട്ടിയുടെ അടുത്ത് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്യുന്നതല്ല സിനിമയല്ല പ്രശ്നം, അടുത്ത സിനിമയാണ് മമ്മൂട്ടിയുടെ ചിന്ത. ഈ സിനിമ ഓക്കെ, ഇത് തുടങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് പുള്ളിയെ സംബന്ധിച്ച് ഈ സിനിമ ഓക്കെ കഴിഞ്ഞു, ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ പുള്ളി അടുത്ത സിനിമ എന്താണെന്നുള്ള ചിന്തിക്കുന്നത്, അടുത്ത ഏത് ക്യാരക്ടറാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അത് അന്ന് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മമ്മൂട്ടി പറയുന്നില്ല, ഞാൻ പറയുന്നത് എനിക്ക് സെൽഫ് മാർക്കറ്റിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടി പറയുന്നത് ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു മേടിക്കുക സിനിമ. നമ്മളൊക്കെ അപ്രോച്ച് ചെയ്യും പലപ്പോഴും. അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നു, പുതിയ ആൾക്കാരെ കണ്ടെത്തി അവന് എവിടെ നിന്നാണ് ഒരു നല്ലത് വരുന്നത് പുള്ളി തപ്പി നടക്കുകയാണ്. കിട്ടിയ അപ്പം തന്നെ പുള്ളി പൊക്കുകയും ചെയ്യും. ലാൽ അങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കാറില്ല. ലാലിലേക്ക് എത്തുന്നതിൽ നല്ല കാര്യങ്ങൾ എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. അത് പക്ഷേ അവരുടെ ടാലൻറ്റ് തന്നെയാണ് അവരെ ഇത്രയും ലോങ്ജിവിറ്റി കൊടുക്കുന്ന കാര്യം. അവർ അങ്ങനെ ഒരാൾക്കാരിനി ഉണ്ടാകത്തില്ലല്ലോ, അത്രയും ദീർഘകാലം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ 30 വയസ്സിന് താഴെ ഈ 2 ക്യാരക്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പം ഈ പറയുന്ന സിനിമകളെല്ലാം കിരീടമായാലും ദശരഥമായാലും ഭരതമായാലും സതയമായാലും 29-നും 31 വയസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം ചെയ്തതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ. ഞാൻ എൻ്റെ സിനിമ മാത്രം പറയുന്നത് പെട്ടെന്ന് എനിക്ക് നേരിൽ കണ്ട പെർഫോമൻസ് എന്ന നിലയിൽ കൂടിയാണ്. ആ പ്രായത്തിലുള്ള നമ്മുടെ ഏത് ആക്ടർക്കാണ് ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ പ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ അത്തരം റേഞ്ചിൽ ചെയ്യാൻ കഴിവുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട്. പക്ഷേ അവർ അതിനേക്കാളും മുകളിലേക്ക് വയസ്സ് എത്തിക്കുക. ഇപ്പോൾ ഫഹദാണ് പിന്നെ നമുക്ക് അത്രയും റേഞ്ചിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നൊരു ആക്ടറിൽ പ്രധാനപ്പെട്ട ഒരാൾ. പക്ഷേ ആ ഏജ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹമൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കത്തില്ല, അത്രയും സ്ട്രെങ്തുള്ള ക്യാരക്ടേഴ്സ് അവരുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാകത്തില്ല. എത്തിയാൽ അവരും ചെയ്യുമായിരിക്കാം. അത്തരം ഒരു കണ്ടൻറ്റുള്ള ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് അവരിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇയാളത് ചെയ്തു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ ഗോൾഡൻ ഇറ എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതിനെ നയിക്കുന്നയാൾ മമ്മൂട്ടിയാണ് അറിയുന്നത്. വളരെ കോൺട്രാസ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തപ്പിയെടുത്ത് ചെയ്യും. കഴിഞ്ഞ കാലത്ത് മമ്മൂട്ടി കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ ചെയ്ത ക്യാരക്ടേഴ്സിനെ നോക്കിയാൽ അയാൾ മുമ്പ് ചെയ്ത ഒരു ക്യാരക്ടറിനെ അയാൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ പുഴുവാണെങ്കിലും റോഷാക്കാണെങ്കിലും ഈവൻ കണ്ണൂർ സ്ക്വാഡ്, ഇപ്പം ബ്രഹ്മയുഗം, ലിജോയുടെ ഇതിനു മുമ്പത്തെ പടം നൻപയിൽ നേർക്കുന്ന മയക്കം, എന്തൊരു വെറൈറ്റിയിലാണ് അയാൾ ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടർ സെലക്ഷനും പെർഫോമൻസും അല്ലേ. അത്തരം പരീക്ഷണങ്ങളിലൂടെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ലീഡ് ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഈ ചെറുപ്പക്കാരുടെ അതിൽ പലരും പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സാണ് അല്ലേ. ഇപ്പം പുഴു ചെയ്തത് ഒരു പുതിയ ഫസ്റ്റ് ടൈം ഡയറക്ടർ, ഫീമെയിൽ ഡയറക്ടറാണ്. ഈ പറയുന്ന ഓരോ പടങ്ങളും കണ്ണൂർ സ്ക്വാഡ് പുതിയ ക്യാമറമാനായിട്ട് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ലിജോ മാത്രമാണ് അതിനകത്ത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ഡയറക്ടർ. ഇപ്പം കാതൽ ചെയ്തു, കാതൽ ജിയോയും അതിന് മുമ്പ് സിനിമകൾ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ്. ബാക്കി അത്രയും പുതിയ ആൾക്കാരല്ലേ. റോഷാക്ക് ചെയ്തു, താരതമ്യേന പുതിയ ആളാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് സക്സസ്സും കൂടെ കണക്കൂട്ടിയാണ് നമ്മൾ നല്ല ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഉണ്ടായ ഒരു 4 സക്സസ്ഫുൾ മൂവീസ് ഉണ്ടല്ലോ. ഇപ്പം പ്രേമലു ആയാലും ഭ്രമയുഗം ആയാലും അതിനു മുമ്പ് മഞ്ഞുമേൽ ബോയ്സും. മഞ്ഞുമേൽ ബോയ്സിൻ്റെ അദ്ദേഹം ആദ്യത്തെ സിനിമയിൽ തന്നെ പ്രൂവ് ചെയ്തതാണ്. ജാനമനും അതുപോലെ തന്നെ ഭയങ്കര രസമുള്ള ഒരു തോട്ടായിരുന്നു, ഒരു സിനിമയായിരുന്നു.
പക്ഷേ ഇതിനേക്കാളും ഈ പറയുന്ന പോലെ പത്മരാജൻ സാറും ഭരതൻ സാറും ഒക്കെ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഇതിനേക്കാൾ അന്നത്തെ കാലത്ത് ഇന്ന് അവർക്ക് ഇവർക്കത് എന്തുമാത്രം ഇപ്പോൾ ആരവം തകര എന്ന് പറയുന്ന പോലത്തേക്കുള്ള തോട്ടുകൾ അന്നേ ചെയ്തു തുടങ്ങി ഒരിടത്തൊരു ഫയൽ വാൻ. ഈ സുഹാസിനെ പറഞ്ഞതിനകത്തുള്ള കാര്യമാണ്. ഇന്നത് ഇപ്പോഴത്തെ തലമുറ ആഘോഷിക്കുന്നത് പോലെ അന്നത്തെ തലമുറ അതിനെ ആഘോഷിച്ചിട്ടുള്ള സിനിമകളാണത്.